പയ്യന്നൂർ ടൗൺ ബാങ്കിന്റെ 10ാമത് ശാഖ അരവഞ്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 47 വർഷമായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ പയ്യന്നൂർ ടൗൺ ബാങ്കിന്റെ 10ാമത് ശാഖ അരവഞ്ചാലിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കുകളിൽ ജില്ലയിലെ ഏറ്റവും മികച്ചതും വലുതുമാണ് പയ്യന്നൂർ കോop ടൗൺ ബാങ്ക്. അരവഞ്ചാൽ ടൗണിൽ KM ബിൽഡിംഗ്സിന്റെ താഴത്തെ നിലയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ശാഖയുടെ ഔപചാരികമായ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. 1979 മുൻ മന്ത്രി KP നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് റിസർവ് ബാങ്ക് അംഗീകൃത ബാങ്ക് രൂപീകൃതമായത്. ചെയർമാൻ MK രാജൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ ബാങ്ക് പടർന്ന് പന്തലിച്ച് ഇന്ന് 10ാമത്തെ ശാഖയിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് സഹകരണ പ്രസ്ഥാനം നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായി മാറിയിരിക്കുന്നു. അത് നഗരങ്ങൾ, കോർപ്പറേഷനുകൾ, ഗ്രാമീണ തലത്തിലുള്ള ബാങ്കുകളെന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് അർബൻ ബാങ്ക് എന്ന് പറയുന്നത്. കേരളത്തിലെ അർബൻ ബാങ്കുകൾ 2 തരത്തിലുണ്ട്, രണ്ടായി തരംതിരിക്കാം. ഒന്ന് 100 കോടി രൂപയുടെ ആസ്തിയുള്ള ബാങ്കുകൾ, 100 കോടിക്ക് മുകളിലോട്ട് ആസ്തിയുള്ള ബാങ്കുകൾ ഒരു തരമാണ്. രണ്ടാം തരത്തിൽ 100 കോടിക്ക് താഴെ വരുമാനമുള്ള ആസ്തിയുള്ള ബാങ്കുകൾ, ആ ബാങ്കുകളെയാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 100 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ബാങ്കുകളുടെ എണ്ണം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർബൻ ബാങ്കുകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ ഈ 10ാമത്തെ ശാഖ അരവഞ്ചാലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ് അരവഞ്ചാൽ. അവിടെ സ്ഥാപിക്കാൻ തയ്യാറായ ശ്രീ കൃഷ്ണൻ മാസ്റ്റർ നേതൃത്വത്തിലുള്ള ഈ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും മറ്റു ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ ഈ ബാങ്കിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബാങ്കിൻ്റെ അരവഞ്ചാൽ ശാഖയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. ബാങ്ക് ജനറൽ മാനേജർ TV സുനിൽ സ്വാഗതവും ചെയർമാൻ V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ K രാഘവൻ, പ്രിയദർശിനി MV, M മുഹമ്മദ്, OK കുഞ്ഞിക്കണ്ണൻ, M മാധവൻ എന്നിവരിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. P പ്രഭാകരൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ നിക്ഷേപത്തിനും K കൃഷ്ണൻ ATM കാർഡ് സ്വീകരണത്തിനും തുടക്കമിട്ടു. ബാങ്ക് CEO PK മോഹനവർമ്മ റിപ്പോർട്ടും അവതരിപ്പിച്ചു. P അനസൂയ, P ഷൈജ, K ജയരാജ്, PS ഉസ്മാൻ, PB തമ്പാൻ, സ്വരാജ്, മനീഷ് മോഹൻ, PP ചന്ദ്രൻ, P തമ്പാൻ, സുജിത്ത് നമ്പ്യാർ, ഹരിനാരായണൻ, KM കുഞ്ഞപ്പൻ, M മുമ്പർ, C സുന്ദരൻ, രാജീവ്, TV വർക്കി, രവി പൊന്നംവയൽ, ബാലൻ പൂന്തോടൻ, M അബ്ദുറഹ്മാൻ, TP ദിലീപ് കുമാർ, മഹേഷ് കുന്നുമ്മൽ, NB മധുസൂദനൻ തുടങ്ങിയ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബാങ്ക് ഡയറക്ടർമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വ്യാപാര പ്രമുഖർ, ഇതര ബാങ്കിംഗ് പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കിന് ചെറുപുഴ, എട്ടിക്കുളം തുടങ്ങി 9 ശാഖകളും 80ഓളം ജീവനക്കാരും 500 കോടിയിൽ കവിഞ്ഞ ബിസിനസ്സുമുണ്ട്.
സാങ്കേതിക മികവിൽ മറ്റു വൻകിട വാണിജ്യ ബാങ്കുകളോട് കടപിടിക്കുന്ന രീതിയിൽ വൈഫൈ, ATM കാർഡ്, കസ്റ്റമൈസ്ഡ് ചെക്ക് ബുക്ക്, രാജ്യത്തെ ഏത് ബാങ്കിലെയും ചെക്കുകൾ മണിക്കൂറുകൾക്കകം ക്ലിയർ ചെയ്യാവുന്ന CTS സംവിധാനം, ബാങ്കിലെ ഡാറ്റകൾ സുരക്ഷിതമാക്കുന്ന ഡിസാസ്റ്റർ റിക്കവറി മാനേജ്മെന്റ്, ശക്തമായ സൈബർ സെക്യൂരിറ്റി സുരക്ഷ തുടങ്ങി നിരവധി നൂതന സംവിധാനങ്ങളും ബാങ്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.